السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. ആദരണീയനായ സയ്യിദ് അവറുകളെ, ഉസ്താദുമാരെ, കാരണവന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFൻ്റെ പ്രവാസി ഘടകമായ റിസാല സ്റ്റഡി സർക്കിൾ RSC, അതിൻ്റെ സൗദി നാഷണൽ ഘടകം കഴിഞ്ഞ 4 വർഷമായി നൽകി വരുന്ന മഖ്ദൂം അവാർഡ് ജേതാവായി ഒന്നാമത് അവാർഡിന് അർഹനായത് മർഹൂം നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ ചരിത്ര പണ്ഡിതൻ. അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. രണ്ടാമത് മഖ്ദൂം അവാർഡിന് അർഹനായി അത് നേടിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം വിശ്രുതനായ പണ്ഡിതൻ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ. മൂന്നാമത് കഴിഞ്ഞ ഖാലിദിയ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് മഞ്ചേശ്വരത്ത് വെച്ച് സുന്നി കുടുംബത്തിലെ കാരണവർ, നമ്മുടെ എല്ലാവരുടെയും അത്താണിയായ ഷേഖുന MA ഉസ്താദ്, ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗവും കൂടിയായ ദീനി സേവന രംഗത്ത് വിശേഷിച്ചും മദ്രസ വിദ്യാഭ്യാസത്തെ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വളരെയേറെ ത്യാഗം ചെയ്ത വിശ്രുതനായ പണ്ഡിതൻ ആദരണീയരായ തരുവണ അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് അവറുകൾക്ക് ഇന്ന് മഹാനവറുകളുടെ വീട്ടിൽ വെച്ച് ആദരണീയരായ സയ്യിദ് അലി ബാഫിഖ് തങ്ങളുടെയും പൊന്മള ഉസ്താദിൻ്റെയും നേതൃത്വത്തിൽ മഖ്ദൂം അവാർഡ് നൽകിക്കഴിഞ്ഞു. സൗദി നാഷണൽ കമ്മിറ്റി, റിസാല സ്റ്റഡി സർക്കിൾ നാഷണൽ കമ്മിറ്റി നൽകുന്ന 4,00,000 രൂപയടക്കം സംസ്ഥാന കമ്മിറ്റിയുടെ ഉപഹാരവും കൂടി 75,000 3,00,000 രൂപയാണ് ഇന്ന് ബഹുമാന്യരായ തരുവണ ഉസ്താദിന് നൽകിയിരിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ഓർക്കാവുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കേരളീയ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണ പ്രവർത്തന മേഖലയിൽ അമരത്വം വഹിക്കുന്ന നേതൃസ്ഥാനത്തുള്ള, അതിന് താങ്ങും തണലുമായി വർത്തിക്കുന്ന ആദരണീയരായങ്ങളും അവരർഹിക്കുന്ന മഹത്വവും സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഈ എളിയ ഞങ്ങളുടെ പ്രവർത്തനം, RSCയുടെ പ്രവർത്തനം ഒരു പടി കാരണമാകുമെന്ന്, അതൊരു സ്ഥാനത്ത് നിൽക്കുമെന്ന് ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടുകൂടെ വിചാരിക്കുകയാണ്. തരുവണ ഉസ്താദിനെക്കുറിച്ച് പറയും, അവിടെ ജനിച്ച് ഔപചാരികമായ പഠനത്തിനു ശേഷം പ്രധാന പണ്ഡിതന്മാരുടെ അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് ദീനിയ ഉലൂമ്, മതവിജ്ഞാനം കരസ്ഥമാക്കി അന്നത്തെ മതവിദ്യാഭ്യാസ രംഗത്തെ യോഗ്യത സർട്ടിഫിക്കറ്റായിരുന്ന പൊന്നാനി വടക്കുതിരിക്കൽ എന്ന മഹനീയമായ ചടങ്ങ് അത് ഔപചാരികമായി നിർവഹിച്ച് 950 അന്നത്തെ ഏറ്റവും വലിയ ബിരുദം വാങ്ങി. അതോടൊപ്പം 59 മുൻഷിപ്പ് പരീക്ഷ പാസ്സായി. എങ്കിലും ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദ്
സ്കൂളിൽ മുൻഷിപ്പരീക്ഷ ഉപയോഗപ്പെടുത്തി അധ്യാപകനായി സേവനമനുഷ്ഠിക്കാതെ നേരെ മതവിദ്യാഭ്യാസ രംഗത്ത്, ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് അതിനനുകൂലമായ സാഹചര്യങ്ങളും പരിസരങ്ങളും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിനെ അന്നത്തെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജംഇയ്യത്തുൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന മർഹൂം പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ മഹാനവറുകൾ തന്നെ അവിടുത്തെ വീട്ടിൽ വിളിച്ചു വരുത്തി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആദ്യത്തെ മുഫത്തിഷായി ചുമതലയേൽപ്പിക്കുകയായിരുന്നു. 59 തന്നെ ആദ്യത്തെ മുഫത്തിഷായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിൻ്റെ സേവനങ്ങൾ എടുത്തു പറയുകയാണ് എങ്കിൽ അത് വളരെയേറെ വേദനാജനകവും അങ്ങേയറ്റം പ്രയാസകരവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെങ്കുത്തായ മലകളിറങ്ങിയും കാടും മലകളും താണ്ടിക്കടന്ന് മദ്രസകളില്ലാത്തയിടത്ത് മദ്രസകൾ ഉണ്ടാക്കുകയും അതിന് പണപ്പിരിവ് നടത്തുകയും അതിനുവേണ്ടി വഴലുകൾ പറയുകയും അതിനുവേണ്ടി നല്ലവരായ ആളുകളെ കണ്ട് ഉപദേശിച്ച് അവരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് മദ്രസകൾ ഇന്നത്തെ പോലെ സൗകര്യപ്രദമായ മദ്രസകൾ അല്ല, അതേ സ്ഥാനത്ത് പരിസരങ്ങളിലുള്ള കുട്ടികൾക്ക് ആദ്യകാലങ്ങളിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമുള്ള ഇൽമ് പഠിപ്പിക്കാൻ ആവശ്യമായ മദ്രസകൾ അത് വളരെ ലളിതമായി സ്ഥാപിക്കാൻ ആവശ്യമായ ഒരുപാട് അശ്രാന്ത പരിശ്രമമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അവിടുന്ന് തന്നെ പലപ്പോഴും അയവിറക്കിയ പറഞ്ഞു തന്ന അനുഭവങ്ങൾ തന്നെ എടുത്തു പറയുകയാണ് എങ്കിൽ പല സ്ഥലങ്ങളിലും തികച്ചും പ്രതികൂലമായ അവസ്ഥകൾ. എന്താണ് തഫ്തീഷ്, എന്താണ് മദ്രസ, എന്താണ് സിലബസ്, എന്താണ് ക്ലാസുകൾ, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാത്ത ഒരു സമൂഹത്തിന് മുൻപിൽ ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദ് മദ്രസയെയും അതിൻ്റെ പ്രാധാന്യത്തെയും പരിചയപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനു പുറമെ ഇതിൻ്റെ വൈപുല്യത്തിനും ഇത് വ്യാപിപ്പിക്കുന്നതിനുമുള്ള കഠിനമായ പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ അവിടുന്ന് നടത്തി. വയനാടിൻ്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഒരു തഫ്തീഷ് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന ഒരനുഭവം ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ ഒരിക്കൽ അയവിറക്കിയിട്ടുണ്ട്. ഒരു മദ്രസയിലെ രേഖകളെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണുന്നു. പിന്നീട് ഒരു വല്ലാത്ത കുത്തുകളാണ്, പ്രഹരശേഷിയുള്ള, കടുത്ത പ്രഹരശേഷിയുള്ള കടന്നൽ കൂടിൻ്റെ കുത്തുകൾ. ഇത് ഇളകി ഒന്നിച്ച് കടന്നൽ കൂട്ടം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പിന്നാലെ ഓടുകയും ജീവരക്ഷാർത്ഥം എന്ന് തന്നെ പറയാം, ബഹുമാനപ്പെട്ട ഉസ്താദ് ഓടി ഒരു മലയസും അപരിചിതനായ ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി ഓടിക്കയറിയ ഈ വെപ്രാളത്തിൽ അകത്തുള്ള പെണ്ണുങ്ങൾ ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും കൂട്ടക്കരച്ചിൽ നടത്തുകയും ചെയ്തപ്പോൾ അബദ്ധം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദ് മാപ്പപേക്ഷിക്കുകയും കടന്നൽ കൂടം ഇളകി ഒന്നിച്ച് കൂട്ടമായി കുത്തിയപ്പോൾ ജീവരക്ഷാർത്ഥം ഓടിയതാണ്, ഒന്നും വിചാരിക്കണ്ട, പുറത്തേക്കുള്ള വാതിലിലൂടെ തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പിന്നീട് കുറേ ഓടി, അപ്പോഴും കടന്നൽ കൂട് ഉസ്താദിൻ്റെ കൂടെ ഇതിൻ്റെ കൂട്ടം ഒന്നിച്ച് പിന്നാലെ കൂടുന്നു എന്നാണ് അവിടുന്ന് അനുസ്മരിച്ചത്. ഒടുവിൽ ഒരു ചെറിയ നിസ്കാരപ്പള്ളിയുടെ അകത്തേക്ക് അതിൻ്റെ വാതിൽ തുറന്ന് കൂട്ടിയിട്ട വിരിപ്പിൻ്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ഊളിയിട്ട് കയറുന്നു. പിന്നീട് ഏതാണ്ട് അരമണിക്കൂറിലധികം ശ്വാസം അടക്കി പിടിച്ച് ഈ കൂട്ടിയിട്ട വിരിപ്പിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കിടപ്പാണ്. വാങ്ക് കൊടുക്കാൻ ഭക്ഷണം കഴിഞ്ഞ് ആ പള്ളിയിലെ മുഅദ്ദിൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ വിരിപ്പിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ഇളക്കം അനുഭവപ്പെടുന്നത് തോന്നി. അതെടുത്ത് മാറ്റി നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു വല്ലാത്ത കിടപ്പാണ്. മുഖത്തും ശരീരത്തിൻ്റെ പുറത്തും പല ഭാഗങ്ങളിലും ശക്തമായി വീർത്ത് കുത്തേറ്റ്, കടന്നലിൻ്റെ കുത്തേറ്റ് വേദന കൊണ്ട് പൊളയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആശ്വസിപ്പിക്കുകയും പ്രാഥമികമായ ശുശ്രൂഷ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് അവിടുന്ന് സ്മരിച്ചു. ഞാനിത് പറഞ്ഞത് ഇന്നത്തെ പോലെ ദീനീ ഖിദ്മത്തിന് അനുകൂലമായ ഒരു സാഹചര്യമില്ലാത്ത കാലത്ത് വളരെയേറെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ദീനീ ഖിദ്മത്ത് നടത്തിയ പണ്ഡിതന്മാർ, ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു മഹാനാണ്
ആദരണീയരായ തരുവണ ഉസ്താദ് 950കളിൽ ഇത്രയും വളരെ വ്യക്തമായ ദിശാബോധത്തോടുകൂടെയും സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള ഒരു നല്ല ഹൃദയഹാരിയായ ഭാഷയും സർഗസമ്പന്നമായ ഒരു പ്രതിഭാത്വവും കൈവശമുള്ള ഒരു പണ്ഡിതനെ കിട്ടുക എന്നത് തീർച്ചയായും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും മദ്രസ പ്രസ്ഥാനത്തിൻ്റെയും വൈപുല്യച്ച തജ്വീദിൻ്റെ പുസ്തകം തന്നെയായിരുന്നു മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നത്. രചനയിലും അതിലുപരി വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള മനസ്സുകളിൽ തട്ടുന്ന ശുദ്ധ മലയാളത്തിലുള്ള പ്രസംഗങ്ങളും ദിക്റിൻ്റെയും ദുആഇൻ്റെയും മജ്ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും അതിന് നേതൃത്വം നൽകിക്കൊണ്ടുള്ള ആത്മീയമായ ശിക്ഷണവും നൽകി ഇന്നും ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ തണലിൽ ഒട്ടനേകം വിശ്വാസികൾ ആശ്വാസം കൊള്ളുകയും ആത്മനിർവൃതി അണയുകയും ചെയ്യുന്നു എന്നത് ഒരു സത്യമാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ വീട്ടിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന് ഈ സമയത്ത് ഞങ്ങൾ നൽകിയ ഉപഹാരം ഉസ്താദിൻ്റെ പ്രതിഭാത്വവും മഹത്വവും വൈദഗ്ധ്യവും പരിഗണിക്കുമ്പോൾ അത് ചെറുതാണ് എങ്കിലും തീർച്ചയായും മഹാന്മാരായ മഖ്ദൂമുമാരുടെ സ്മരണയിൽ അവരുടെ നാമധേയത്തിൽ വിശ്രുതരായ പണ്ഡിതന്മാർക്ക് നൽകി വരുന്ന ഈ ഉപഹാരവും ഈ അവാർഡും ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകിയതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ഞങ്ങൾക്കുണ്ട്. കേരളത്തിലുള്ള സാദാത്തുക്കളെയും പണ്ഡിതന്മാരെയും ആത്മീയ നേതൃത്വത്തെയും സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൽ തീർച്ചയായും ഈ പ്രവർത്തനം വലിയ ഒരു കാരണമാകും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദരണീയരായ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയും അവിടുത്തെ നേതൃത്വവും അവിടുത്തെ സാന്നിധ്യവും തീർച്ചയായും നമ്മുടെ ഈ സമ്മേളനത്തിന് വലിയ ഒരനുഗ്രഹമായിട്ടുണ്ട് എന്നെടുത്തു പറയുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാഫി സക്കാഫിയുടെ പ്രസംഗം 4 ദിവസമായി ഇവിടെ നടന്നു വരുന്നു. പ്രഭാഷണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാന്യരായ സുഹൃത്ത് ഷാഫി സക്കാഫിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നിങ്ങൾ ഈ സദസ്സിന് ഇത്തരം ഒരു വേദിക്ക് വളരെയേറെ ഹൃദയം നൽകിക്കൊണ്ട് സഹകരിക്കുകയും ഇതിനെ വീക്ഷിക്കുകയും ചെയ്തതിന് സംഘടനയുടെ കടപ്പാടും നന്ദിയും നൽകിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി